നല്ല കായ അല്ലേ? നാടൻ കൊല. നാടൻ കൊല പക്ഷെ കാ ചെറുതാന്നേ ഉള്ളൂ. ചെറുതാണെങ്കിലും നല്ല പൊടിയുള്ള കായ. ഓണമൊക്കെ കഴിഞ്ഞപ്പോഴേ ഇതൊക്കെ ആര് വാങ്ങിക്കുമെന്ന് ഓർത്തങ്ങാണ്ട് നിന്നതായിരിക്കും. ഏത്തക്കൊലയോ? ഇപ്പം ആള് എന്നില്ലേ മേടിക്കാൻ? ഓണത്തിനായിരുന്നെങ്കിൽ നല്ല തിരക്കിട്ട് ഓടി നടന്ന് മേടിക്കുമല്ലേ ആൾക്കാര്. ഓണം കഴിയുമ്പോൾ പച്ച ഏത്തക്കായാലോട്ട് ആരെങ്കിലും നോക്കുമോ? എല്ലാം പഴുപ്പിക്കാനല്ലേ പറ്റുള്ളൂ. ഇപ്പൊ പഴുപ്പിക്കണ്ട, നമുക്ക് ഓർഡർ വന്നില്ലേ, വറുത്ത് കൊടുക്കാം. അതിന് ഉപ്പേരി തിന്നുന്നതിനിപ്പം ഓണം ക്രിസ്മസ് ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. താങ്ക് യു. നിങ്ങൾക്ക് രണ്ടുപേർക്കാണോ എടുത്തത്? കാടും പടലൊക്കെ പറിച്ചോണ്ട് വന്നേക്കുന്നത്. അത് ശരി, നീ അത് കാടും പടലയാക്കിയോ? ഇത് കണ്ടോ, കാട് പറിച്ചോണ്ട് വന്നേ. അത് എന്നാന്നറിയാവോ? ഇല്ല. അച്ചമ്മച്ചിയുടെ തലയിൽ വെക്കുന്ന എണ്ണ തീർന്നു. അതിന് എണ്ണ കാച്ചാനായിട്ട് പറിച്ചോണ്ട് വന്ന മരുന്നുകളാണ്. തലേ വെച്ചാ മതിയോ? കൊടുക്കാനല്ലേ ഇത്. എണ്ണയോ? എണ്ണ എനിക്ക് തലയിൽ വെക്കാനാ ഞാൻ കാച്ചി എടുക്കുന്നേ. ഇനി അത്യാവശ്യക്കാരെങ്കിലും ചോദിച്ചാൽ കാച്ചി കൊടുക്കാം. അതിന് ഒത്തിരി മരുന്നേ പറിക്കാനുണ്ട്. ഇതുകൊണ്ട് ഇവിടെയും കുറെ മരുന്ന് അതുപോലെ വരാന്തേ കുറെ ഇരിപ്പില്ലേ. ഇനി അതിന്റെ കൂടെ അങ്ങാടി മരുന്ന് മേടിക്കുകയും ചെയ്യണം. കൊറേ മരുന്ന് വെച്ചുണ്ടാക്കണം. ഇതെല്ലാം കൂടെ ഇന്ന് വൈകുന്നേരം ചെയ്യാനുള്ള പണികളാ. എണ്ണ കാച്ചണം, വാഴയ്ക്ക വറക്കണം, ശർക്കര വരട്ടി ഉണ്ടാക്കണം. എണ്ണ 3 ദിവസം കൊണ്ട് കാച്ചി എടുക്കാൻ പറ്റുള്ളൂ. ഒന്നിച്ചു കാച്ചി എടുക്കുവല്ല എണ്ണ. ഇതെടുത്ത് വെച്ചേക്കുന്നെന്ന് പറഞ്ഞാല് മയിൽച്ചവിയനുണ്ട്, തുമ്പയുണ്ട്, പിന്നെ തുളസി, കയ്യുന്യം, പെരിങ്ങലത്തിന്റെ കൂമ്പ്, വള്ളി ഒഴിഞ്ഞ, കറ്റാർവാഴ, സാധനം ഉണ്ടല്ലേ. കുറുന്തോട്ടി, തൊട്ടാവാടി, അങ്ങനെ എല്ലാം ഇട്ട് ഉണ്ടാക്കുന്ന. പിന്നെ നീലയമരിപ്പൊടിയ്, പിന്നെ നെല്ലിക്കാപ്പൊടിയ് എല്ലാം ഇട്ട് നമ്മുടെ കാച്ചെണ്ണയല്ലേ, ചെമ്പരത്തിപ്പൂവ്, അതൊക്കെ മതി. അങ്ങനെ കുറെ സാധനം ഉണ്ട്. 10-18 കൂട്ടം വരുന്നുണ്ട്. അതിട്ട് ഇനി അരക്കുവാണോ? ഇത് നീ ഒന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ടേ പിഴിഞ്ഞെടുക്കണം. അടിച്ചെടുത്തോ എല്ലാം. 2 പാത്രത്തിൽ ആക്കി വെച്ചേക്കുന്നേ. ഇത് നമ്മള് മിക്സിയിൽ അരച്ചിട്ടേ നീര് പിഴിഞ്ഞെടുത്തതാ മരുന്നിന്റെ എല്ലാം കൂടെ. നീ ഇതിനകത്തോട്ടേ അരിച്ചെടുത്തതാണ് ഈ മരുന്നെല്ലാം കൂടെ ഇടിച്ചു പിഴിഞ്ഞ്. നീ ഇതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇത് 1 കിലോ എണ്ണയ്ക്കുള്ളതാ. എണ്ണയും കൂടെ പൊട്ടിച്ചൊഴിക്കുവാലേ? നിറച്ചൊഴിക്കണോ? ഈ 1 കിലോ എണ്ണ ഒഴിക്കണം. ഇത് മില്ലിൽ പോയി ഇപ്പൊ ആട്ടിയ എണ്ണ അവിടെ നിന്നപ്പോ ആട്ടുന്നുണ്ടായിരുന്നു. അച്ഛൻ കൂട്ട് മേടിച്ചോണ്ട് വന്നു. ആട്ടി മേടിച്ചോണ്ട് വന്നല്ലേ? ആട്ടുന്നുണ്ടായിരുന്നു അച്ഛ എണ്ണയ്ക്ക് ചെന്നപ്പോ മില്ലില്. അന്നേരം ആട്ടിയക്കൂട്ട് അന്നേരം മേടിച്ചോണ്ട് വന്നു. ആട്ടിയ എണ്ണയാണ്, കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത്. സെറ്റായല്ലോ, ഇനി ഇളക്കിക്കോ. തീ കത്തിച്ചില്ല, കത്തിക്കാൻ പോന്നുള്ളൂ. എല്ലാം ചേർത്ത് വെച്ചിട്ടേ. ഇന്നീ എണ്ണയെ ഒന്ന് തിളപ്പിച്ച് കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചിട്ട് വാങ്ങി വെക്കും. നാളെ ബാക്കി കുറച്ചു നേരം കൂടെ ഇളക്കി തിളപ്പിക്കും. 3 ദിവസം കൊണ്ടാണ് എണ്ണ കാച്ചി എടുക്കുന്നത്. തീ കത്തിച്ചു നമ്മളങ്ങനെ. ഇനി ഇളക്കോടെ ഇളക്കാണോ? ഇളക്കോടെ ഇളക്കാം. ഇനിയിപ്പോ ചൂടായിട്ട് ഇളക്കിയാ മതി. കൊറേ നേരം ഇളക്കണം. എണ്ണ കാച്ചുമ്പത്തേനേ എനിക്ക് കുറച്ച് പണിയുണ്ട്. എന്നതാ? നമുക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണയുടെ മണം. നമുക്ക് കുറച്ച് ഇതുണ്ടാക്കണം, ചിപ്സ് ഉണ്ടാക്കണം. അതിന് വാഴയ്ക്ക പൊളിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പൊളിച്ചായിരുന്നു. ഇനി അത് കഴുകി നന്നായിട്ട് കഴുകി വേറൊരു പാത്രത്തിൽ മാറ്റി വെച്ചു. അതിനെ ഒന്ന് തുടച്ചെടുക്കാം. തിളയ്ക്കുമ്പോഴത്തേനും അത് തുടച്ചെടുക്കാം. എണ്ണ നല്ലപോലെ തിളച്ചു. കുറച്ചു നേരം ആയില്ലേ? ഇനി നമുക്കിത് താത്തു വെക്കാം. താക്കാറായോ? താക്കാറായത് പറ്റുന്നില്ല. ഇനി നാളെ ഇതൊന്നും കൂടെ കുറച്ചും കൂടെ ഇളക്കണം. നാളത്തെ കഴിഞ്ഞാണ് ഇത് പൂർണ്ണമാകുള്ളൂ.
ആ അന്നേരമാണ് ഇതിനകത്ത് പൊടികളൊക്കെ ചേർക്കുന്നത്. അന്നേരം സെറ്റ് ആവത്തുള്ളൂ. അന്നേരം നീലയമരിപ്പൊടി, നെല്ലിക്കാപ്പൊടി, കരിഞ്ജീരകം പൊടിച്ചത്, അങ്ങനെ ഒരു 5-6 കൂട്ടം ചേർക്കണം. നമ്മൾ മുമ്പേ കഴുകി എടുത്ത് വെച്ച് ഏത്തക്കായല്ലാവേ നമുക്കൊന്ന് തുടച്ചെടുക്കാം, അല്ലെങ്കിൽ എണ്ണയ്ക്കകത്തോട്ട് അരിയുമ്പോഴേ വെള്ളമയം ഇതെല്ലാം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നമ്മൾ ഏത്തക്കായെല്ലാം തുടച്ചെടുക്കുക. കൊറേ തുടച്ചല്ലേ? തുടച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് വറക്കാം. ഓക്കെ. എന്നാ അമ്മേ, മത്സരമാണോ ഇത്? മത്സരമാ. എണ്ണ തിളച്ച് നല്ലപോലെ. അരിഞ്ഞ് വേണ്ടേ? ഇവരെ നമ്മൾ കളിയാക്കിയതൊക്കെ മോശമാണ്. ഇവർക്ക് സ്പീഡില്ല നമ്മൾ പറഞ്ഞത്. അതെ. അങ്ങനൊക്കെ പറഞ്ഞ ഇവിടെ ഇപ്പൊ വേറെ വിഷയം ഉണ്ടാകും. അച്ഛമ്മച്ചി അമ്മയായിട്ട് മത്സരം വെച്ച് കഴിഞ്ഞാലേ അച്ഛമ്മച്ചി എക്സ്പീരിയൻസ് അല്ലേ, അമ്മയ്ക്ക് അത്ര എക്സ്പീരിയൻസ് ആയി വരുന്നല്ലേ ഉള്ളൂ. എന്നാലും ആഞ്ഞു പിടിക്കുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചിപ്സ് ഇതാട്ടോ. നമ്മളെ ഏത്തക്ക ചിപ്സ് എല്ലാം വറുത്ത് കോരി. ഇനി അടുത്ത് നമ്മൾ ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ശർക്കര വരട്ടിയും കൂടെ വേണമായിരുന്നു. അപ്പം അതിനുള്ള വറക്കുന്നു. പിന്നെ ശർക്കര വരട്ടിക്കുള്ള അരി വറുത്ത് പൊടിച്ചത് ചേർക്കുന്നു. കുത്തരി വറുത്ത് പൊടിച്ച്, കുത്തരി വറുത്തതായത്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. ബാക്കിയും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ പണികളെല്ലാം ഏകദേശം കഴിഞ്ഞ് ഇനി നമുക്ക് കഴിച്ചിട്ട് കിടക്കാം. സമയം എത്രയായെന്നറിയുമോ? എത്രയായി? 11 മണിയായി. രാവിലെ പാക്ക് ചെയ്യല്ലേ? രാവിലെ ഇനി തണുക്കണ്ടേ? തണുത്തിട്ട് പാക്ക് ചെയ്യാം. തണുത്തിട്ട് ഭരണിയിലിട്ട് അടച്ചു വെച്ച് കിടക്കാം. ചോറൂണൊക്കെ കഴിയുമ്പോഴത്തേനും തണുക്കും. എന്നിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ട് കിടക്കാം. അപ്പോൾ ഗുഡ് നൈറ്റ്. അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.